കാലത്ത് കടക്കി വരുമ്പോഴാണ് ബസ് സ്റ്റാൻഡിലുള്ള ഒരു ആൾക്കൂട്ടം. എന്താന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണ് കുറച്ച് വിദ്യാർത്ഥികൾ 2 അടുപ്പ് കൊണ്ടുവന്നിരിക്കുന്നു. ഒന്ന് നമ്മുടെ റോക്കറ്റ് സ്റ്റൗ, രണ്ടാമത് വേസ്റ്റ് ഓയിൽ കൊണ്ടുള്ള ഒരു അടുപ്പ്. യുദ്ധത്തിന്റെ ഭീകരത, ലോകത്ത് എവിടെയോ കിടക്കുന്ന യുദ്ധത്തിന്റെ ഭീകരത നമ്മളെ ഇങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചു. ഗ്യാസിന്റെ ക്ഷാമം പതിയെ തീർന്നു വരുന്നുണ്ടെങ്കിലും ഭാവിയിൽ വീണ്ടും ഇതുപോലത്തെ ഒരു ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു അടുപ്പുള്ളത് അല്ലെങ്കിൽ കടയിലുള്ളത് വളരെ നല്ലതാണ്. ഈ അടുപ്പൊക്കെ നേരിട്ട് കാണാത്തവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ വള്ളിയോട് സെന്റ് മേരീസ് ITയിലെ പിള്ളേരാണ് കേട്ടോ. ഇനി ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അടുപ്പ് ഇവർ 2020 കണ്ടുപിടിച്ചതാണ്. പക്ഷെ അന്ന് ഇതിന്റെ ആവശ്യം ആർക്കും അധികം അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അടുപ്പിന്റെ ആവശ്യം എത്രയുണ്ടെന്ന് ഒരുപാട് ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോഴാണ് ഇവർ ഈ ഒരു അടുപ്പ് കണ്ടുപിടിച്ചതിന് ഒരു അർത്ഥം ഉണ്ടായത്. ആള് കൂടിയപ്പോൾ തന്നെ അവർ ചായ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും എടുത്തൊരു ചായ. ഈ വേസ്റ്റ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്കൊക്കെ ബാക്കി വരുന്ന ആ കരിയോയിലല്ല കേട്ടോ, പാചകം ചെയ്ത എണ്ണകൾ മാത്രം വെച്ച് ഉപയോഗിക്കുന്ന പൊല്യൂഷൻ ഇല്ലാത്തൊരു അടുപ്പാണ് കേട്ടോ അത്. 1 ലിറ്ററിന് 50 രൂപ വിലയുള്ള ഈ വേസ്റ്റ് ഓയിൽ വെച്ചിട്ട് നമുക്ക് 1.5 മണിക്കൂർ വരെ അടുപ്പ് കത്തിക്കാൻ പറ്റും. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച അടുപ്പാതി കൊണ്ട് കുറച്ച് കളർ പോയിട്ടുണ്ടെങ്കിലും ആൾ അടിപൊളി വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വളർന്നു വരട്ടെ. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്യുന്ന ഇതുപോലത്തെ ചുറുക്കുള്ള വിദ്യാർത്ഥികളും കണ്ടുപിടുത്തക്കാർക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ജീവിക്കാം. എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥികളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ കോളേജ് എന്തായാലും ഇഷ്ടപ്പെടും. വള്ളിയോട് സെന്റ് മേരീസ് ITI പോളിടെക്നിക് കോളേജ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നല്ലൊരു കോളേജിൽ പഠിക്കുന്നെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.